ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജൂനിയർ ലാബ് അസിസ്റ്റന്റുമായിട്ടുള്ള നമുക്കൊരു PSC പോസ്റ്റ് ഉണ്ടല്ലേ, അതിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് സുവോളജി പോർഷൻസിൽ നിന്ന് 10 മാർക്കോളം നമുക്ക് അവര് PSCന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സുവോളജി പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മുൻ വർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഡിലേ ഒന്നും ഇല്ലാതെ ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡൗൺ സിൻഡ്രോം ഈസ് റിലേറ്റഡ് ടു. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് ഈ ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ക്ലിനിഫൽട്ടർ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സിൻഡ്രോമുകൾ പഠിക്കുന്നുണ്ട്. സോ ഇത് ഏത് ജനറ്റിക് കണ്ടീഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നള്ളിസോമി, ഓപ്ഷൻ ബി മോണോസോമി, ഓപ്ഷൻ സി ട്രൈസോമി ആൻഡ് ഓപ്ഷൻ ഡി ടെട്രാസോമി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് നമ്മുടെ ആൻസർ എന്ന്. ആൻസർ വരുന്നത് ട്രൈസോമിയാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഡൗൺ സിൻഡ്രോം എന്ന് നോക്കാം. ഡൗൺ സിൻഡ്രോം വിച്ച് ഈസ് എ ജനറ്റിക് കണ്ടീഷൻ caused by the presence of an extra copy of chromosome 21 known as trisomy 21, which leading to 47 chromosome in cells instead of the usual 46. It is not caused by the parent behavior but rather random errors in cell division. അതിന് നമ്മൾ നോൺ ഡിസ്റ്റിങ്ഷൻ എന്നാണ് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് 23 പെയർ ഓഫ് ക്രോമസോം, ദാറ്റ് ഈസ് 46 ക്രോമസോമുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് 21st പെയറിനകത്ത് ഒരു അഡീഷണൽ ഒരു ക്രോമസോം കൂടെ വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താവും, ആ ഒരു കണ്ടീഷനെ നമ്മൾ ട്രൈസോമി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ട്രൈസോമി എന്ന് പറയുന്ന കണ്ടീഷൻ കാരണം നമുക്ക് ഉണ്ടാവുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്കൊരു പാരന്റ് ബിഹേവിയർ കൊണ്ട് ഉണ്ടാവുന്നതല്ല. അതെന്താണ്, സെൽ ഡിവിഷനിൽ എന്തെങ്കിലും ഇറേഴ്സ് സംഭവിക്കും. അതായത് ജനിതകപരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇറേഴ്സ്, അതായത് നോർമൽ ആയിട്ട് ഇരിക്കേണ്ടടുത്ത് ഒന്ന് കുറയുകയോ കൂടുകയോ ചെയ്താൽ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോർമൽ 21st ക്രോമസോം പെയർ ഉണ്ട്. ആ പെയറിനകത്ത് അഡീഷണൽ ഒരു ക്രോമസോം വന്നിരുന്നത് കൊണ്ടാണ് നമ്മൾ ട്രൈസോമി 21 എന്ന് പറഞ്ഞത്. സോ എന്തെങ്കിലും ക്രോമസോമിനകത്ത് എന്താ ഒന്നല്ലെങ്കിൽ ഡിലീഷൻ അല്ലെങ്കിൽ അഡീഷൻ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ജനറ്റിക് കണ്ടീഷൻസ്, നള്ളിസോമി അല്ലെങ്കിൽ ട്രൈസോമി, ടെട്രാസോമി പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഈ ട്രൈസോമി എന്ന കണ്ടീഷൻ ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കുട്ടി എന്ന് പറയുന്നത് അവർക്ക് എന്താ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിസബിലിറ്റീസ് ഉണ്ടാവും, പിന്നെ ഡെവലപ്മെന്റൽ ഡിലേസ് അവർക്ക് വരും, അതുപോലെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ഫിസിക്കൽ ക്യാരക്ടേഴ്സ്. അപ്പൊ മെയിൻലി എന്താണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ്, അതായത് ബുദ്ധിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ ആ കുട്ടികളുടെ വളർച്ച വികാസങ്ങളിലൊക്കെ ഒരുപാട് ഡിലേസ്, താമസം, വൈകാനായിട്ടൊക്കെ ഉള്ള ചാൻസുകളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ട്രൈസോമി എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യത. ഓക്കെ, അപ്പൊ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൈസോമി കാരണമാണെന്നുള്ളത് എല്ലാവരും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് മറ്റ് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓപ്ഷൻസിനകത്ത് മോണോസോമി, നള്ളിസോമി എന്നൊക്കെ പറഞ്ഞു. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് അന്യൂപ്ലോയിഡി. അന്യൂപ്ലോയിഡി എന്ന് പറയുന്ന അതിന്റെ ടൈപ്പുകളാണ് ഈ മോണോസോമി, നള്ളിസോമി, ട്രൈസോമി, ടെട്രാസോമി എന്നൊക്കെ പറയുന്നത്. അതിൽ നമുക്ക് മോണോസോമി കാരണം, മോണോ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരാളെ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെ. മോണോസോമി എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് എ സിംഗിൾ ക്രോമസോം 2n-1. എക്സാമ്പിള് എന്താണ്, ടെർണർ സിൻഡ്രോം ആണ് വരുന്നത്. അതായത് ഒരു എക്സ് ക്രോമസോം നമുക്ക് അവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ഒരു എക്സ് ക്രോമസോം മിസ്സിംഗ് ആണെങ്കിൽ ഉണ്ടാവുന്ന ജനറ്റിക് കണ്ടീഷൻ ആണ് മോണോസോമി എന്ന് വിളിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഡെപ്പിക്ട് ചെയ്യുന്നത് 2n-1 എന്നാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ റിലേറ്റ് ചെയ്യുക, മോണോസോമി കാരണം നമുക്ക് ടർണർ സിൻഡ്രോം ഉണ്ടാവുന്നു. ദെൻ നള്ളിസോമി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എൻറ്റയർ പെയർ ഓഫ് ക്രോമസോം നമുക്ക് അവിടെ മിസ്സിംഗ് ആയിരിക്കും. സോ ആ ഒരു പെയർ ഓഫ് ക്രോമസോം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ് മേ ബി ലീഡ് ടു, അല്ലെങ്കിൽ എന്താണ്, ലീതൽ കണ്ടീഷനിലോട്ട് പോകാം, ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ്, ഇത് എന്താണ് എഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എന്താണ് മരിച്ചു പോവാനൊക്കെ ഉള്ള ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ട്രൈസോമി എന്താണ്, മോണോസോമി എന്താണ്, നള്ളിസോമി എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക.
ദെൻ ടെട്രാസോമി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അഡീഷണൽ ഓഫ് വൺ ക്രോമസോം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വൺ പെയർ ഓഫ് ക്രോമസോം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോഴും എന്താണ് നോർമൽ ആയിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ സംഭവിക്കുന്നു. സോ ഇറ്റ് വിൽ ലീഡ് ടു ദ ടെട്രാസോമി എന്ന് പറയുന്ന ആ കണ്ടീഷനിലോട്ട് പോകുന്നു. അവിടെ എന്തായിരിക്കും നോർമൽ നമുക്ക് ഒരു എക്സ് ക്രോമസോം ആണ് അല്ലെങ്കിൽ XY ക്രോമസോം ആണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ പെയർ ഓഫ് ക്രോമസോം വരുമ്പോൾ ഒരു 4 ക്രോമസോമുകൾ വരും അല്ലെ. ഇതൊരു റയർ കേസാണ് വേർ 4 സെക്സ് ക്രോമസോം ആർ പ്രസന്റ്. ഈ ടെട്രാസോമി എന്ന് പറയുന്നത് ഒരു റയർ കേസ് ആണെന്നുള്ളതും കൂടെ ഓർക്കുക. സോ നമ്മൾ 4 അന്യൂപ്ലോയിഡീസ് നമ്മൾ പറഞ്ഞു പോയി. ഒന്ന് ട്രൈസോമി, ദെൻ മോണോസോമി, ദെൻ നള്ളിസോമി, ദെൻ ടെട്രാസോമി. അതിൽ ഡൗൺ സിൻഡ്രോം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ട്രൈസോമി. ദെൻ ടർണർ സിൻഡ്രോം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് മോണോസോമി. ഓക്കെ, ഇതെല്ലാം ഒന്ന് കോറിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ഇൻസെക്ട് ഈസ്. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിക്കുന്ന ഒരു ഏരിയ ആണിത്, എക്സ്ക്രീറ്ററി ഓർഗൻ. അത് ഇൻസെക്റ്റിനകത്ത് പ്രാണികളിൽ ഏതാണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗ്രീൻ ഗ്ലാൻഡ്, ഓപ്ഷൻ ബി മാൽഫീജിയൻ ട്യൂബ്യൂൾ, ഓപ്ഷൻ സി നെഫ്രീഡിയ ആൻഡ് ഓപ്ഷൻ ഡി പ്രോട്ടോനെഫ്രീഡിയ. ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും എന്താണ് ആൻസർ വരുന്നത്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇൻസെക്റ്റിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾ ആണ്. ഇനി ഗ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആന്റിനൽ ഗ്ലാൻഡ്, നമ്മൾ അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഗ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആന്റിനൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ക്രസ്റ്റേഷ്യൻസിന്റെ ക്രാബ്, പ്രോണ്, ലോബ്സ്റ്റർ അങ്ങനെയുള്ള ക്രസ്റ്റേഷ്യൻസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ടാണ് ഈ ഗ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആന്റിനൽ ഗ്ലാൻഡ് വരുന്നത്. ദെൻ നെഫ്രീഡിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടോനെഫ്രീഡിയ കണ്ടു. അതില് നമുക്ക് നെഫ്രീഡിയ എന്ന് പറയുന്നത് എന്താണ്? നെഫ്രീഡിയ എന്ന് പറയുന്നത് ട്യൂബുലർ പെയർഡ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് വിച്ച് ആർ ഫൗണ്ട് ഇൻ ദ ഇൻവെർട്ടിബ്രേറ്റ്സ് ലൈക്ക് അനലിഡ്സ്. അതായത് ഇൻവെർട്ടിബ്രേറ്റ്സ് ആയിട്ടുള്ള എർത്ത് മോളുസ്ക്, ആർത്രോപോഡ്, ഇതിനകത്തൊക്കെയാണ് ആര് കാണുന്നത്? ഈ നെഫ്രീഡിയ കാണുന്നത്. അവരൊരു പെയർഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. ഇവരെന്താണ് ചെയ്യുന്നത്? അമോണിയയും യൂറിയും എക്സ്ക്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഈ നെഫ്രീഡിയനെ 2 ടൈപ്പ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഒന്ന് പ്രോട്ടോനെഫ്രീഡിയ, ദെൻ മെറ്റാനെഫ്രീഡിയ. പ്രോട്ടോനെഫ്രീഡിയ ആണ് എന്താണ്? പ്രോട്ടോനെഫ്രീഡിയ പ്രിമിറ്റീവ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ലൈക്ക് എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ ഓസ്മോ റെഗുലേറ്ററി ഓർഗൻസ് ആണ്. ഇത് ഫൗണ്ട് ഇൻ അസിമിലേറ്റ് ഇൻവെർട്ടിബ്രേറ്റ്സ്, അതായത് സീലോം ഇല്ലാത്ത ഇൻവെർട്ടിബ്രേറ്റ്സിലാണ് നമുക്ക് ഈ പ്രോട്ടോനെഫ്രീഡിയ കാണപ്പെടുന്നത്. അതായത് ഫ്ലാറ്റ് വേംസ് ലൈക്ക് പ്ലാറ്റി ഹെൽമിന്തസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വേംസ്, റോട്ടിഫേഴ്സ്, ഇതിലൊക്കെയാണ് നമ്മൾ ഈ പ്രോട്ടോനെഫ്രീഡിയ കാണുന്നത്. പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ കാണപ്പെടുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇൻസെക്ടിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ക്ലിയർ ആയിട്ട് പഠിക്കുക, മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. ദെൻ ക്രസ്റ്റേഷ്യൻസ് ലൈക്ക് ക്രാബ്, പ്രോൺസ്, ലോബ്സ്റ്റർ, ഇവരുടെ എല്ലാം എക്സ്ക്രീറ്ററി ഓർഗൻ ഗ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആന്റിനൽ ഗ്ലാൻഡ് ആണ്. ദെൻ നെഫ്രീഡിയ വരുന്നത് നമ്മുടെ എന്താണ്? സീലോം, എർത്ത് വേംസിനാണ്. എർത്ത് വേം അല്ലെങ്കിൽ മൊള്ളസ്ക്, ആർത്രോപോഡ്സിനൊക്കെയാണ് നെഫ്രീഡിയ വരുന്നത്. ദെൻ പ്രോട്ടോനെഫ്രീഡിയ വരുന്നുണ്ട്. പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്നത് ഫ്ലാറ്റ് വേംസ്, റോട്ടിവേഴ്സിനൊക്കെയാണ് പ്രോട്ടോനെഫ്രീഡിയ വരുന്നത്. ഈ പ്രോട്ടോനെഫ്രീഡിയും മെറ്റാനെഫ്രീഡിയും ഈ നെഫ്രീഡിയയുടെ തന്നെ ഒരു ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ 2 ടൈപ്പിനകത്ത് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതിക്കൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂവ് ഓൺ ചെയ്യുന്നു. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഗോ ത്രൂ ചെയ്യണം. ബിക്കോസ് ഡയബറ്റിസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഷുഗർ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്, അല്ലെ? ഇൻസുലിൻ ആയിട്ട് റിലേറ്റഡ് ആവും. പക്ഷെ അത് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ പക്ഷെ ഇവിടെ ആൻസർ വരുന്നത് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് ഭയങ്കര ക്ലിയർ കട്ട് ആയിട്ട് തന്നെ ഗോ ത്രൂ ചെയ്ത് പോവുക. ഓക്കെ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ആണോ? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നതിനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസുലിന്റെ കുറവ് കൊണ്ടാണോ, ഇൻസുലിന്റെ എക്സസ് ആയിട്ടുള്ള ഇൻസുലിൻ കൊണ്ടാണോ, അല്ലെങ്കിൽ ADH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതിന്റെ കുറവ്, സെക്രീഷൻ കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ അതിന്റെ സെക്രീഷൻ ADH എന്ന് പറയുന്നതിന്റെ സെക്രീഷൻ കൂടുതൽ കൊണ്ടാണോ? അതാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അതിനകത്ത് വരുന്നത് ഹൈപ്പോ സെക്രീഷൻ ഓഫ് ADH. ആൻസർ വരുന്നത് എന്താണ്? ഹൈപ്പോ എന്ന് പറയുമ്പോൾ കുറവാണ്. അപ്പൊ ADH എന്ന് പറയുന്ന ഹോർമോണിന്റെ കുറവ് കാരണമാണ്
നമുക്ക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ആ കണ്ടീഷൻ എന്ന് നോക്കാം. ഈ ADH എന്ന് പറയുന്ന ഹോർമോൺ സെക്രീഷൻ കുറവായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് നമുക്ക് എന്താണ് വെരി ലാർജ് എമൗണ്ട് ഓഫ് യൂറിൻ നമുക്ക് പാസ് ചെയ്യാനായിട്ട്, യൂറിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത് നമുക്ക് തോന്നും. അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള തേഴ്സ്റ്റ്, ദാഹം അനുഭവപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ ഇൻസുലിൻ കുറവാണെന്നിരിക്കട്ടെ, നമുക്ക് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യന്റ് ആണ് അല്ലെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ്. അതാണ് നമ്മുടെ ഷുഗർ എന്ന് പറയുന്നത്. ഹൈ ബ്ലഡ് ഷുഗർ, നമ്മുടെ ബ്ലഡിനകത്ത് ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും ഇൻസുലിന്റെ സെക്രീഷൻ കുറവാകുമ്പോൾ. സോ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നു. ഇനി ഇൻസുലിന്റെ അളവ് കൂടുതലാണ്, ഇൻസുലിന്റെ സെക്രീഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ ഷുഗർ കുറവായിരിക്കും. സോ ആ ഒരു കണ്ടീഷനെ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് വിളിക്കുന്നത്. ഈ ടെക്നിക്കൽ ടേമുകളെല്ലാം തന്നെ നമ്മൾ ഓർത്തിരിക്കണം. അതിൽ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് വിളിക്കുന്നത്. ദെൻ നമ്മൾ ഹൈപ്പോ സെക്രീഷൻ ഓഫ് ADH പറഞ്ഞു. അതുപോലെ തന്നെ ഇനി ഹൈപ്പർ സെക്രീഷൻ, കുറവ് പറഞ്ഞു. അപ്പൊ ഇനി കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബ്ലഡിൽ സോഡിയത്തിന്റെ ലെവൽ കുറഞ്ഞു പോകും. ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൈപ്പോ നെട്രീമിയ. ഇതെല്ലാം ഈ പറഞ്ഞ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അതുപോലെ തന്നെ ഡയബറ്റിസ് മെലിറ്റസ്, അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ എന്താണ്, ദെൻ ഹൈപ്പോ നെട്രീമിയ എന്താണ്, ഇതെല്ലാം ഓർത്തു വെക്കണം. എങ്ങനെ വേണമെങ്കിലും PSCക്ക് തിരിച്ചും മറിച്ചും ചോദിക്കാം. അതിനകത്ത് ഹൈപ്പോ നെട്രീമിയ എന്ന് പറയുന്നത് സോഡിയത്തിന്റെ ലെവൽ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോഡിയം ലെവൽ കുറയുന്ന ആ കണ്ടീഷൻ, അല്ലെങ്കിൽ ADHന്റെ സെക്രീഷൻ വളരെ കൂടുതലാവുമ്പോൾ സോഡിയത്തിന്റെ ലെവൽ കുറയും. സോ ദ കണ്ടീഷൻ ഈസ് കോൾഡ് ഹൈപ്പോനെട്രീമിയ. ഇനി ഇൻസുലിന്റെ അളവ് എന്താണ്? വളരെ കൂടുതലാണെങ്കിൽ ബ്ലഡ് ഷുഗർ കുറവായിരിക്കും. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹൈപ്പോഗ്ലൈസീമിയ. ഇനി എന്താണ്? ബ്ലഡിൽ ഷുഗർ ഹൈ ആയിരിക്കും. സോ ആ കണ്ടീഷൻ നമ്മൾ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്? ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു ദ ഹൈപ്പോ സെക്രീഷൻ ഓഫ് ADH ആണ്. ഹൈപ്പോ കുറവാണ് കേട്ടോ. ADHന്റെ സെക്രീഷൻ കുറയുമ്പോഴാണ് നമുക്ക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എന്താണ്, പെട്ടെന്ന് തന്നെ ദാഹം അനുഭവപ്പെടുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താണ് യൂറിനേറ്റ് ചെയ്യണം. വളരെ ലാർജ് എമൗണ്ട് ഓഫ് യൂറിൻ നമ്മൾ യൂറിനേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നത്. ദിസ് കണ്ടീഷൻ ഈസ് ഡ്യൂ ടു ദ ഹൈപ്പോ സെക്രീഷൻ ഓഫ് ADH. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Then moving on to the next question, which is a simple question. The basic unit of classification is, classificationന്റെ basic unit ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A family, ഓപ്ഷൻ B gene, ആൻഡ് ഓപ്ഷൻ C species, ആൻഡ് ഓപ്ഷൻ D order. എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? സിമ്പിൾ ആണ്. നമ്മൾ എന്താണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഗോ ത്രൂ ചെയ്തിട്ടുള്ളതാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാന്റിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ അത് നമ്മൾ പഠിക്കുന്നത് ബോട്ടണിക്കകത്താണ്. അനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് എന്തിൽ വരുന്നത്? സുവോളജിക്കകത്ത് വരുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ നമുക്ക് രണ്ടെണ്ണത്തിനകത്തും ഉണ്ട്. അപ്പൊ എന്താണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്? ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണ് നമ്മുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓർഡർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഫ്രം ദ ഹയസ്റ്റ് ടു ലോവസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? കിങ്ഡം, ദെൻ ഫൈലം, ദെൻ ക്ലാസ്, ദെൻ ഓർഡർ, ദെൻ ഫാമിലി, ദെൻ ജീനസ്, ദെൻ സ്പീഷ്യസ്. ഏറ്റവും അവസാനമാണ് നമുക്ക് എന്ത് വരുന്നത്? സ്പീഷ്യസ് വരുന്നത് അല്ലേ? ഏറ്റവും അവസാനമാണ് നമുക്ക് സ്പീഷ്യസ് വരുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് കിങ്ഡം ആണ്. അതായത് ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെയാണ്. താഴെ നിന്നാണ് നമ്മൾ മേലോട്ട് നോക്കുന്നതെങ്കിൽ സ്പീഷ്യസ് ആണ് ഫസ്റ്റ് വരുന്നത്. ദെൻ ജീനസ്, ദെൻ ഫാമിലി, ദെൻ ഓർഡർ, ദെൻ ക്ലാസ്, ദെൻ ഫൈലം, ദെൻ കിങ്ഡം. അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ക്ലാസിഫിക്കേഷന്റെ ബേസിക് യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി സ്പീഷ്യസ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ PSCക്ക് ആവർത്തിയായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, biological glue is. Okay, next question, biological glue is. Option A ligase, option B restriction endonuclease, then option C DNA polymerase, and option D permease enzyme. Okay, അപ്പോൾ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിനകത്ത് ബയോളജിക്കൽ ഗ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ ഗ്ലൂ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഇവിടെ വരുന്നത് നമ്മുടെ എന്താണ് ഈ DNA ഇതുണ്ടല്ലോ, നമ്മുടെ മോളിക്കുലാർ ബയോളജിക്കകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഇതാണ്
RNA അല്ലെങ്കിൽ DNA റീകോമ്പിനന്റ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതിനകത്ത് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വളരെ ക്ലിയർ കട്ട് ആയിട്ട് പറയണമെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിനകത്താണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലും വ്യക്തമായിട്ട് പഠിക്കുന്നത്. സോ നമ്മൾ അതിനകത്ത് ബയോളജിക്കൽ ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ലിഗേസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ ആക്ച്വലി ചെയ്യുന്നത് DNA ഫ്രാഗ്മെന്റ്സിനെ ഒരുമിച്ച് സീൽ ചെയ്ത് വെക്കുന്നു എന്നുള്ള ഫംഗ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി റെസ്ട്രിക്ഷൻ നമ്മൾ പറഞ്ഞു. അതിനകത്ത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ദേ ആക്ട് ആസ് എൻ മോളിക്കുലാർ സിസേഴ്സ്. ഓക്കെ, മോളിക്കുലാർ സിസേഴ്സ് ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നു. ദെൻ കട്ട് ദ DNA അറ്റ് സ്പെസിഫിക് സൈറ്റിനകത്ത് DNA എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ DNA പോളിമറൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അവരെന്താണ് ചെയ്യുന്നത്? ന്യൂ DNA സ്ട്രാൻഡ്സിനെ സിന്തസൈസ് ചെയ്യുന്നു, DNA റിപ്പയർ ചെയ്യുന്നു, ദെൻ ഇറർ ചെക്കിങ്, അതുപോലെ തന്നെ കറക്റ്റിംഗ് DNA ഡ്യൂറിങ് റെപ്ലിക്കേഷൻ. ഇതാണ് ആക്ച്വലി ഇവർ ചെയ്യുന്നത്. സോ DNA ലിഗേസിന്റെ ഫംഗ്ഷൻ പറഞ്ഞു. നമ്മൾ സീൽ ചെയ്യാൻ വേണ്ടി DNA ഫ്രാഗ്മെന്റ്സിനെ ഒരുമിച്ച് ഒട്ടിച്ചു ചേർത്താൻ വേണ്ടി നമ്മൾ മോളിക്കുലർ ബയോളജിക്കകത്ത് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിനകത്ത് യൂസ് ചെയ്യുന്ന എൻസൈം ആണ് DNA ലിഗേസ് എന്ന് പറയുന്നത്. ദെൻ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. They act as molecular scissors which will cut the DNA at specific sites. Okay. Then DNA polymerase ഉണ്ട്. DNA polymerase എന്ന് പറയുമ്പോൾ DNA strands പുതുതായിട്ട് ഉണ്ടാക്കുകയും DNA റിപ്പയർ ചെയ്യുകയും എന്തെങ്കിലും ഇൻകറക്ഷൻ അല്ലെങ്കിൽ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ DNA റിപ്ലിക്കേഷന്റെ സമയത്ത് എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ജോലിയാണ് DNA പോളിമറൈസിന്റെ ജോലി. ദെൻ പെർമിയേസ് എന്ന് പറയുന്നത് ഗേറ്റ് കീപ്പർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഗേറ്റ് കീപ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ദാറ്റ് ലെറ്റ്സ് ഇൻ മോളിക്യൂൾ ടു സ്വിച്ച് ഓൺ ഓർ റെഗുലേറ്റ് ദ ജീൻസ്. അപ്പോൾ അതായത് മോളിക്യൂൾസിനെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് എന്താണ് ജീൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ജോലിയാണ് പെർമിയേസ് എന്ന് പറഞ്ഞ എൻസൈമിനുള്ളത്. സോ ഈ 4 ആളുകളും 4 ഫംഗ്ഷനാണ്. ഇനി നമ്മളോട് ചിലപ്പോൾ വേണമെങ്കിൽ മോളിക്കുലർ സിസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാന്നായിരിക്കാം വേണമെങ്കിൽ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ വിൽ ബി ദ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അല്ലെങ്കിൽ പെർമിയേസിന്റെ ഫംഗ്ഷൻ ചോദിക്കാം. അങ്ങനെ ഈ ഒരു ഓപ്ഷനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് 4 ഓപ്ഷൻ ആണുള്ളത്. 4 ഓപ്ഷനും 4 ആൻസർ ആണ്, 4 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ PSCക്ക് ഏതിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഈ ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. സോ ക്ലിയർ ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യുന്നു. അതർ ദാൻ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓക്കെ, അതർ ദാൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ബേസിക് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സുവോളജി പോർഷന് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇതിനകത്ത് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ CO2, ഓപ്ഷൻ ബി CH4, ഓപ്ഷൻ സി NO2, ദെൻ ഓപ്ഷൻ ഡി NH4. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത്? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാം, NO2 ആണ്. നൈട്രസ് ഓക്സൈഡ് ആണ് ഇതിനകത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത്. ബാക്കിയെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ ഇതെല്ലാം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. സോ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. അത് അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോവിങ് ഫൈൻഡ് ഔട്ട് എ സെലക്ടബിൾ മാർക്കർ. ഇതിനകത്ത് സെലക്ടബിൾ മാർക്കർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെലക്ടബിൾ മാർക്കർ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് എക്കോ R1 ആണോ, ORA ആണോ, ROP ആണോ, AMP ആണോ? ഇതൊക്കെ ജനറ്റിക് എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? സെലക്ടബിൾ മാർക്കർ എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക. ആൻസർ വരുന്നത് AMP ആണ്. AMP എന്ന് പറയുന്നത് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ എന്നാണ് AMP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർ എന്താണ് ചെയ്യുന്നത്? സെലക്ടബിൾ മാർക്കർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ സെലക്ടബിൾ മാർക്കർ ആയിട്ടാണ് ഈ AMP യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ AMPയുടെ ഒരു ഫംഗ്ഷൻ വരുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. Then the process of elution during electrophoresis is option A loading DNA, option B restriction digestion, option C staining, option D separated DNA fragments are cut out from the agarose gel and extracted from the gel piece. അപ്പോൾ എല്യൂഷൻ എന്നുള്ള പ്രോസസ്സ്, ഇലക്ട്രോഫോറോസിന്റെ സമയത്ത് നടക്കുന്ന എല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ. എന്നാലാണ് നമുക്ക് ഇതിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. എങ്കിലും നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ലോഡിംഗ് DNA ആണോ എല്യൂഷന്റെ സമയത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഡൈജഷൻ ആണോ, സ്റ്റെയിനിങ് പ്രോസസ് ആണോ, എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കുക. ആൻസർ വരുന്നത് the separated DNA fragments are cut out from the agarose gel and extracted from the gel piece.
അപ്പൊ അഗാരോസ് ജെല്ലിൽ നിന്ന് DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജെൽ പീസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് റിമൂവ് ചെയ്യുന്നു DNA ഫ്രാഗ്മെന്റ്സിനെ. സെപ്പറേഷന് ശേഷം ഈ ജെൽ പ്ലേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ജെൽ പീസിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എല്യൂഷൻ ഓക്കെ എന്ന് പറയുന്നത്. എക്സ്ട്രാക്ടിങ് ഓർ റിമൂവിങ് എന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ വരുന്നത്. എന്തിനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? DNA ഫ്രാഗ്മെന്റ്സിനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ എല്യൂഷൻ: കട്ട് ദ ഡിസൈർഡ് DNA ബാൻഡ് ഫ്രം ദ agarose gel, dissolve the gel piece using a buffer of gel extraction kit, purify the DNA for further experiment like cloning or sequencing. ജസ്റ്റ് എന്താണ് എല്യൂഷന്റെ സമയത്ത് നടക്കുന്ന സ്റ്റെപ്പുകൾ എന്ന് വെറുതെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. ആക്ച്വലി നമുക്ക് വേണ്ടുന്ന DNA നമ്മൾ എന്ത് ചെയ്യുന്നു? DNA ബാൻഡിനെ അഗാരോസ് ജെല്ലിന് നമ്മൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ കട്ട് ചെയ്ത സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ജെൽ പീസിനെ ഡിസോൾവ് ജെൽ പീസ് യൂസിങ് എ ബഫർ ഓർ ജെൽ എക്സ്ട്രാക്ഷൻ. അപ്പോൾ ആ ഒരു ജെൽ പീസിനെ നമ്മൾ ഡിസോൾവ് ചെയ്യുന്നു. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡിസോൾവ് ചെയ്ത ജെൽ പീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള നമ്മൾ DNA പ്യൂരിഫൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ക്ലോണിങ് അല്ലെങ്കിൽ സീക്വൻസിങ് പോലുള്ള എക്സ്പെരിമെന്റ് വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈഡ് ആയിട്ടുള്ള ജീനിനെ അല്ലെങ്കിൽ DNA നമ്മൾ പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്ന ആ പ്രോസസ് ആണ് ഇല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോഫോറോസിന്റെ സമയത്ത് നമ്മൾ DNA എക്സ്ട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് ലോഡിംഗ് DNA? നെക്സ്റ്റ് കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ലോഡിംഗ് DNA? ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുന്നതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് DNA ലോഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി റെസ്ട്രിക്ഷൻ DNA എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അവരെന്താണ് ആക്ച്വലി മോളിക്കുലർ സിസേഴ്സ് ആയിട്ടാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആക്ട് ചെയ്യുന്നത്. സോ DNA കട്ട് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോഫോറോസിന് മുന്നേ DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ റെസ്ട്രിക്ഷൻ ഡൈജഷൻ എന്നാണ് വിളിക്കുന്നത്. ദെൻ സ്റ്റെയിനിങ് എന്താണ്? DNA വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ക്ലിയർ കട്ട് ആയിട്ട് DNA നമുക്ക് ആ ജെൽ പ്ലേറ്റിനകത്ത് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അല്ലാതെ എക്സ്ട്രാക്ട് ചെയ്യാനല്ല, അതിനൊക്കെ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുന്നത്. ഓക്കെ, then next question is a single stranded DNA or RNA which is tagged with a radioactive molecule used in molecular diagnosis is known as option A probe, option B primer, option C cDNA, option D RNAi. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ആയിട്ട് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ RNA നമ്മൾ ടാഗ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ മോളിക്കുലർ ഡയഗ്നോസിസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പേര് വിളിക്കും? അതായത് ഇതിനകത്ത് ഏതാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? മോളിക്കുലർ ഡയഗ്നോസിസിന് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയോ അല്ലെങ്കിൽ RNA ആയോ നമ്മൾ ടാഗ് ചെയ്ത് യൂസ് ചെയ്യുന്നത്? ഇതിനകത്ത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പ്രോബ് ആണോ, പ്രൈമർ ആണോ, cDNA ആണോ, RNAi ആണോ? എന്താണ് ആൻസർ വരുന്നത്? പ്രോബ് ആണ് വരുന്നത്. ഓക്കെ, പ്രോബ് എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ലാബലുമായിട്ട് നമ്മൾ ടാഗ് ചെയ്യുന്നു. ഇത് മോളിക്കുലർ ഡയഗ്നോസിസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി DNA അല്ലെങ്കിൽ RNA സീക്വൻസിനെയോ കൃത്യമായിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, ചോദിച്ചിട്ടുണ്ട് PSCക്ക്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. റേഡിയോ ആക്റ്റീവ് മോളിക്യൂളുമായിട്ട് നമ്മൾ ടാഗ് ചെയ്യുന്ന മോളിക്കുലർ ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ് ഇതിനകത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ദ ആൻസർ വിൽ ബി പ്രോബ്. ഓക്കെ, ഇനി പ്രൈമർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഷോർട്ട് DNA സീക്വൻസ് used to start DNA synthesis, not usually radioactive for diagnosis. അപ്പൊ പ്രൈമർ എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് DNA സീക്വൻസ് ആണ്. DNA സിന്തസിസിന് വേണ്ടി. DNA നോട്ട് യൂഷ്വലി റേഡിയോ ആക്റ്റീവ് ഫോർ ഡയഗ്നോസിസ്. അപ്പൊ ഇതൊരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അല്ല, DNA സിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് DNA സീക്വൻസ് ആണ് പ്രൈമർ എന്നുള്ളത് ഓർത്താൽ മതി. ഇനി കോംപ്ലിമെന്ററി DNA എന്ന് പറയുന്നത് ഒരു മെസ്സഞ്ചർ RNAയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതൊരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടോ എലമെന്റോ ഒന്നും അല്ല. ദെൻ RNA ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് എന്താണ്? ജീൻ
സൈലൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മളോട് ക്ലിയർ കട്ട് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ട്. മോളിക്കുലർ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ DNA RNA നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി പ്രോബ്. ബാക്കിയുള്ളതൊന്നും റേഡിയോ ആക്റ്റീവ് അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് റേഡിയോ ആക്റ്റീവ് എന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രോബ് ആണ് ആൻസർ. Then the function of the nucleolus is next question. The function of the nucleolus. Option A, controlling cell activities. Option B, biosynthesis of ribosome subunits. Then option C, motility of the cell. Then option D, formation of basal bodies. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ന്യൂക്ലിയോളസിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ? ബയോസിന്തസിസ് ഓഫ് റൈബോസോം യൂണിറ്റ്സ്, സബ് യൂണിറ്റ്സ്. ഓക്കെ, ന്യൂക്ലിയോളസ് ആണ് റൈബോസോം സബ് യൂണിറ്റ്സിന്റെ നിർമ്മാണം ചെയ്യുന്നത്. ഇനി ന്യൂക്ലിയസ് ആണ് സെൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ന്യൂക്ലിയോളസ് അല്ല, ന്യൂക്ലിയസ് ആണ്. ഇനി സെൻട്രിയോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണ് ബേസൽ ബോഡീസിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ മോട്ടിലിറ്റി ഓഫ് സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് നമ്മുടെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ റൈബോസോം യൂണിറ്റിന്റെ ബയോസിന്തസിസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആരാന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ എന്തായിരുന്നു? ന്യൂക്ലിയോളസ് ആയിരുന്നു നമ്മുടെ ആൻസർ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ ഒക്കർ അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1. ഓക്കെ, പ്രോഫേസ് 1ന്റെ ഏത് സ്റ്റേജിലാണ് നമ്മുടെ കയാസ്മാറ്റയുടെ ടെർമിനലൈസേഷൻ? അതായത് കയാസ്മാറ്റ എന്ന് പറയുമ്പോൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് രണ്ട് ഓപ്പോസിറ്റ് പോൾസിലോട്ട് പോകുന്നു. ടെർമിനലൈസേഷൻ ചെയ്യുന്നത് രണ്ട് അറ്റത്തിലോട്ട് മാറി നിൽക്കുന്ന ആ ഒരു കണ്ടീഷൻ എപ്പോഴാണ് വരുന്നത്? പ്രോഫേസ് 1ന്റെ ഏത് സ്റ്റേജിലാണ് വരുന്നത്? ഓപ്ഷൻ എ ഡിപ്ലോട്ടീൻ, ഓപ്ഷൻ ബി ഡയാകൈനസിസ്, ഓപ്ഷൻ സി ലെപ്റ്റോട്ടീൻ, ഓപ്ഷൻ ഡി സൈഗോട്ടീൻ. എന്താണ് ആൻസർ വരുന്നത്? ആൻസർ വിൽ ബി ഡയാകൈനസിസ്. ഡയാകൈനസിന്റെ സമയത്താണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓപ്പോസിറ്റ് പോൾസിലോട്ട് അല്ലെങ്കിൽ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ നടക്കുന്നത്. ഓക്കെ, ഇനി ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിനകത്ത് ക്രോമസോം കണ്ടൻസ് ചെയ്യാം, ഒരുമിച്ച് കൂടിച്ചേരുന്ന ഒരു സമയമാണ് ലെപ്റ്റോട്ടീന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുമ്പോൾ സിനാപ്സിസ് ആണ്. സിനാപ്സിസ് എന്ന് പറയുമ്പോൾ പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോം. ഓക്കെ, പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോം. ദെൻ ഡിപ്ലോട്ടിൻ എന്ന് പറയുന്നത് കയാസ്മാറ്റ വിസിബിൾ ആയിരിക്കും. ദെൻ ഡയാകൈനസിസ് എന്ന് പറയുന്നതാണ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. ഈ ലെപ്റ്റോട്ടിന്റെ സ്റ്റേജ് ആണ്, അപ്പൊ ക്രോമസോം സ്റ്റാർട്ട് കണ്ടൻസിങ് ഏത് സ്റ്റേജ് ആണെന്ന് ചോദിക്കാം പ്രോഫേസിന്. അത് പ്രോഫേസ് 1ലെ ലെപ്റ്റോട്ടിൻ സ്റ്റേജ് ആണ്. ഇനി എന്താണ് പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോ അല്ലെങ്കിൽ സിനാപ്സിസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? പ്രോഫേസ് 1ന്റെ. സോ ദ ആൻസർ വിൽ ബി സൈഗോട്ടിൻ. ഇനി കയാസ്മാറ്റ വിസിബിൾ ആവുന്നത് ഇതിനകത്ത് ഏത് സ്റ്റേജിലാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോ ഡിപ്ലോട്ടിൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ഇനി ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ വിൽ ബി ഡയാകൈനസിസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോ എന്താണ് ഈ ഒരു സുവോളജി പാർട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതിക്കൊണ്ട് ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നമുക്ക് അടൂർ I+ ട്രെയിനിങ് സൊല്യൂഷൻസിൽ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും കോച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡൗട്ടോ വല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നമുക്ക് വീണ്ടും സുവോളജിയുടെ നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്തൊരു സെക്ഷനിൽ കാണാം. താങ്ക് യു.